കുറച്ച് ചെടി കിട്ടിയിട്ടുണ്ട്. കുറച്ചല്ല, കുറച്ചധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. താഴെ അമ്മായിയുടെ വീട്ടിൽ നിന്ന് പോയി എടുത്തിട്ട് വന്നതാണ്. എനിക്ക് പിന്നെ പണ്ട് മുതലേ ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് ചെടിയാണെന്നൊന്നുമില്ല. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ള ചെടിയാണെങ്കിൽ പോലും അവിടെ നിൽക്കുന്ന കണ്ടാൽ ഞാൻ അതിൻ്റെ ഒരു കമ്പെങ്കിലും പൊട്ടിച്ചുകൊണ്ട് വരാറുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ പയ്യാവൂർ ഉത്സവത്തിന് വാങ്ങിയ 2 ചെടിച്ചട്ടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വേഗം തന്നെ അതിനകത്ത് മണ്ണൊക്കെ നിറച്ചിട്ട് ചെടി നടാമെന്ന് വെച്ചേ. ഇനി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നടുവൊന്നുമില്ല, എനിക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മടിയാവുമേ. അതുകൊണ്ട് കയ്യോടെ തന്നെ അങ്ങ് നട്ടു വെച്ചു കേട്ടോ. അങ്ങനെ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല, വെറുതെ അങ്ങ് നട്ടു വെച്ചു. 10 മണിയല്ലേ, എങ്ങനെ നട്ടാലും പിടിച്ചോളൂമല്ലോ. ഇതിന് മുന്നേ ഞാനിത് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നേ. അതെല്ലാം പിടിച്ച് നല്ലോണം പൂവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് ചെടി നടാനേ. അങ്ങനെ ഞാൻ എനിക്ക് തോന്നിയ പോലെ എല്ലാം അങ്ങ് നട്ടങ്ങ് വെച്ചു. ഇനി എന്തായാലും ഇത് പിടിക്കും, 10 മണി ചെടിയാണല്ലോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ വീട്ടിൽ പൂത്ത നിശാഗന്ധിയാണേ. പൂത്തില്ല, പൂക്കാനായതാണ്. 2 എണ്ണം അങ്ങനെ പൂത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഞാൻ ഇടുക്കി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആമ്പലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് മുന്നേ 10 മണി കൊണ്ടേ നട്ടിട്ടുണ്ടായിരുന്നു എന്നേ. അമ്മയാണെങ്കിൽ അതിനിടയ്ക്ക് കൊണ്ടേ വെറ്റിലയും നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് പിന്നെ അങ്ങനത്തെ ചെറിയ പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മാമിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ്. ഇത് കാടൊന്നുമല്ല, കാണുമ്പോൾ കാടായിട്ട് തോന്നും, പക്ഷേ എൻ്റെ ചെറിയൊരു ചെടിത്തോട്ടമാണേ. അതിനിടയ്ക്ക് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതും പിന്നെ ഞാൻ ഏതോ കാട്ടിൽ നിന്ന് പറിച്ചിട്ട് വന്ന മണിപ്ലാന്റ് ആണേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെ നിന്ന് ഒരു ഒച്ച കേട്ടെ. ഞാൻ നോക്കുമ്പോൾ ചേട്ടായി ചോറ് കഴിക്കാൻ വന്നതായിരുന്നു കേട്ടോ. കൂടെ ആരാ ഉള്ളത്, ആരോടെ വർത്താനം പറഞ്ഞ് വരുന്നതെന്ന് നോക്കിയപ്പോൾ ദേ കിടക്കുന്നു പൂച്ച. പൂച്ചക്കുട്ടി ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഉണ്ടേ. അവരൊക്കെ എവിടെയോ പോയതാണേ.